പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ലെഗിൻസ് കാണും. ചീത്തയായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തൊക്കെ ഇഷ്ടം പോലെ ലെഗിൻസ് കാണും. അപ്പം എൻ്റെ വീട്ടിലും ഇഷ്ടം പോലെ ലെഗിൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ലെഗിൻസ് കൊണ്ട് നമുക്ക് നമ്മുടെ വീട് വൃത്തിയാക്കി എടുക്കാൻ എങ്ങനെ സാധിക്കും നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീട്ടിലെ ഫാനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാട് പിടിച്ച പണിയാണല്ലേ. നമുക്കതൊന്ന് കഷ്ടപ്പെട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ അതിന് പാകത്തിനുള്ളൊരു വലിയ എന്തെങ്കിലും ഡെസ്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് മണ്ടയ്ക്കേറിന്ന് നല്ല സ്വസ്ഥമായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ ഈ ലെഗിൻസ് കൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു സംഭവം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ മുകൾ ഭാഗത്തുള്ളതും അതുപോലെ തന്നെ AC-യുടെ മുകൾ ഭാഗം, ഫാനിൻ്റെ ആ ഒരു അഴുക്ക് പൊടിയും ആ അഴുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ ജനലിൻ്റെ ആ ഭാഗങ്ങളൊക്കെ, പിന്നെ നമ്മുടെയൊക്കെ റൂമിലൊക്കെ ഹോള് കാണുമല്ലോ, ആ ഹോളിൻ്റെ ഇടയിലുള്ള ചിലന്തി വലകൾ, ഇതെല്ലാം മാറ്റി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ ലെഗിൻസ് കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ലെഗിൻസ്, പഴയ ലെഗിൻസൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ ആ ലെഗിൻസിൻ്റെ നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ കുറേശ്ശെയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. അങ്ങ് ഒരുപാട് മൊത്തത്തിൽ അങ്ങ് മുറിച്ച് കളയാനല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പൈസ ഇല്ലാത്തവരൊക്കെ ഒത്തിരി പേര് കാണുമല്ലോ. ഇതുപോലൊക്കെ നമുക്ക് കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. 10-200 രൂപയുടെയും ഈ ചിലന്തി വില കളയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള നിസ്സാരം നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വീട് വൃത്തിയാക്കിക്കൂടാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ, നല്ല മാല പോലെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ലെഗിൻസ് ആണ് കേട്ടോ. അപ്പോൾ മുകളിലത്തെ ഭാഗം ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗമാണിതേ. ഇനി നമുക്ക് നമ്മുടെ ചൂലൊക്കെ കാണുമല്ലോ, നമ്മുടെ ചീത്തയായിപ്പോയ ചൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും മടി കഷ്ണമാണേലും മതി, അതിൻ്റെ മുകളിലോട്ട് നമ്മളിത് ചുറ്റി എടുത്ത് വെക്കണം. അപ്പോൾ ചുറ്റി ലാസ്റ്റ് കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നല്ല താഴോട്ട് ഇങ്ങനെ വലിഞ്ഞ് ഈ നമ്മുടെ ഈ ലെഗിൻസിൻ്റെ ആ ഒരു സംഭവമില്ലേ, അതിങ്ങനെ വലിഞ്ഞ് താഴോട്ട് ഇങ്ങനെ കിടക്കും. അപ്പോഴത്തേക്കും നമുക്ക് ഈ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ തുടച്ച് നമ്മുടെ കൈ കൊണ്ട് തുടയ്ക്കുന്ന പോലെ തന്നെ ഇത് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എല്ലാ ഭാഗവും വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. നമ്മുടെ കൈ കൊണ്ട് തുടയ്ക്കുന്ന പോലെ തന്നെ ഇതും വെച്ച് നമുക്ക് തുടച്ചെടുക്കാം. അപ്പം ഞാനിത് ഫാനകത്ത് നിറച്ചഴുക്കായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വലിയൊരു ഡെസ്കിൻ്റെ പുറത്ത് കയറി വൃത്തിയാക്കാൻ ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കൈ എത്തത്തില്ലല്ലോ. കൈ എത്തുന്ന ഒരു വലിയൊരു ഡെസ്ക് വേണം, എങ്കിലേ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫാൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ആ പൊടി ഇവിടെ നിറച്ച് പൊടി കയറും. അപ്പോൾ ഈ ഫാൻ്റെ അകത്ത് നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തതാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ ഇതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മുറിക്കകത്തുള്ള ഹോളൊക്കെ ഇല്ലേ, അതിൻ്റെ ഇടയിലെല്ലാം ചിലന്തി വലയൊക്കെ കയറിയിരിക്കും. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇളക്കി മാറ്റാൻ നോക്കിയാലൊന്നും പോകത്തില്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് റെഡിയാക്കി നമ്മൾ ഉള്ളിലോട്ട് കയറ്റി കഴിഞ്ഞാൽ നന്നായിട്ട് ആ ചിലന്തി വരെയൊക്കെ അങ്ങ് പോകും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ സംഭവത്തിനകത്ത് ഈ നമ്മുടെ സ്റ്റെയറിൻ്റെ ഭാഗങ്ങളിലെല്ലാം മുകൾ ഭാഗത്തൊന്നും നമ്മുടെ കയ്യെത്താതെ വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ അങ്ങ് തേച്ച് നമ്മളിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള ചിലന്തി വലയൊക്കെ അങ്ങ് വരും കേട്ടോ. അതുപോലെ തന്നെ ജനലിൻ്റെ പാളിയിലൊക്കെ ഉള്ളതും നമ്മുടെ കയ്യെത്താത്ത ദൂരത്തുള്ള എല്ലാം, അതുപോലെ തന്നെ AC-യുടെ മുകൾ ഭാഗത്തുള്ള എല്ലാം പയ്യെ ഇങ്ങനെ നീക്കി തുടച്ച് കഴിഞ്ഞാൽ എല്ലാ പൊടിയും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ലെഗിൻസിനകത്ത് അങ്ങ് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടിപ്പ് കേട്ടോ നമ്മുടെ ലെഗിൻസ് കൊണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടിപ്പും കൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കത്തില്ലേ, അത് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. കുറച്ച് വെള്ളത്തിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ കഷ്ണം കൊണ്ടോ ഇങ്ങനെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കണ്ണാടിയുടെ ആ ഒരു വൃത്തികേട് മാറും കേട്ടോ. ഇങ്ങനെ പറ്റിയൊക്കെ പിടിച്ചിരിക്കത്തില്ല ചില സമയത്ത്. നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകുകയോ തുടയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മങ്ങിയായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് ന്യൂസ് പേപ്പറോ വല്ലതും വെച്ച് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയൊന്നും ഇരിക്കത്തില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും, മങ്ങലൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.